തലയായാലോ ചേട്ടാ കരിമീനാവാം. പരിപാടി നീ കിട്ടുവാ ആയിക്കോട്ടെ. എവിടെ നിന്നല്ലേ? ട്രിവാൻഡ്രത്താണ്. നല്ല അടിപൊളി ആംബിയൻസോട് കൂടി തന്നെ കേട്ടാ മീനങ്ങനെ ചാടി കളിക്കുക. നമ്മൾ പറയുന്ന മീൻ അത് പിടിച്ചു വരും, സ്പോട്ടിൽ പിടിച്ചു വരും. അത് കൊണ്ടുപോവാ, കറി വെക്കാം, കഴിക്കാം, നല്ല കള്ള് കിട്ടും. പിടയ്ക്കണ വാള. അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം, കടയെല്ലാ വിശേഷങ്ങളും കാണാം. വാ, ഇതാണ് നമ്മുടെ അടുക്കള. ഇവിടെ കൊടുത്താൽ മതി കേട്ടോയ്. ഇതൊക്കെ സൈസാക്കണം നമുക്ക്. ആ ഇതാണ് കള്ള് ഷാപ്പ്. പിന്നെ ഫുഡ് കോർട്ടൊക്കെ തൊട്ട് അപ്പുറത്താണ്. ഒരു 10-11 ഫുഡ് കോർട്ട് അവിടെ ഉണ്ട്, ഹട്ട് പോലെ. പിന്നെ കുറച്ച് അപ്പുറത്ത് 4-5 റൂം അപ്പുറത്തുണ്ട്. ടോട്ടൽ ഒരു 16 ഏക്കറാണ്. സംഗതി ആകെ മൊത്തം കളർഫുള്ളാണ്. കാരണം ഗംഭീര ആംബിയൻസാണ്. കാരണം ഇവിടെ താറാവ് ഇവിടെ വളർത്തുന്നുണ്ട്. ആ താറാവിന് വേണ്ടത് പറഞ്ഞാൽ അപ്പം പിടിച്ചു. താറാവ് മപ്പാസോ എന്താ വെച്ചാൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. അതുകൊണ്ട് ടർക്കി കോഴി ഉണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഗംഭീര വേണം. ഇത് താറാവ് മപ്പാസ് എന്താ പറയാ? താറാവ് റോസ്റ്റ്. ഇതെന്താ മാമ? അത് ചോറ്. ഉച്ചയ്ക്ക് ചോറ്, പിന്നെ പൊറാട്ടി, ചപ്പാത്തിക്ക് വേറെ തന്നെ ഉണ്ട്. അതെല്ലാം ഉണ്ട്. നമ്മളെല്ലാം വിറകിലാണ്. എല്ലാം വിറവിലാണ്. ഇത് കോഴി, നാടൻ കോഴി. ഇത് വന്ന് ബീഫ് റോസ്റ്റ്. അപ്പൊ മീന് വേറെ അടുക്കളയാണോ? ആ, മീന് വേറെ അടുക്കള, വേറെ പാചകക്കാര്. മീൻ തല. ഇത് അയില. അയില, കരിമീന്, ചെമ്പല്ലി എല്ലാം പഠിച്ചിട്ടാ. വെരി ഗുഡ്. നല്ല പ്രൊട്ടക്കണ കരിമീൻ കേട്ടോ. ഞണ്ടുണ്ട്. ഞണ്ടൊക്കെ നന്നാക്കി വെച്ചേക്കുക. ഇത് കണവ. നമ്മളവിടെ നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്ന് പറയും മലബാറിൽ. ഇതാ കൊഞ്ച്. എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. ചെമ്പല്ലി. ഇത് നമ്മളെ ഊണിന്റെ സെറ്റപ്പുകളാണ്. സാമ്പാറുണ്ട്. ഇത് നമ്മളെ പൊരിച്ച മീനുണ്ട്, തോരനുണ്ട്, മീൻകറി ഉണ്ട്. ഇത് നമ്മളെ മൂരി കറിയാ. ഇത് ചൂരക്കറി, മീൻകറി സ്പെഷ്യല്. അത് ഞണ്ട് ചെയ്തത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് വന്ന് നെമ്മീൻ തല. അത് വന്ന് കണവ റോസ്റ്റ്. അത് ചൂരത്തല. അപ്പൊ സംഗതി മൊത്തം കളർഫുൾ ആണ്. ഇനി ലേശം പോയി ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ബാക്കി കഥ പറയാം. വാ ചേച്ചി, അടുത്ത റൗണ്ട് സാധനമായിട്ട് എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവനും തുടങ്ങണം എന്നറിയില്ല. ഇങ്ങനെ നിരത്തി വെച്ചേക്കുക. മാമാ, ഇതിപ്പോ ഒന്നും ആയിട്ടില്ല. പാതിയായിട്ടുള്ളു ഈ ടേബിളിൽ കൊള്ളുന്നു. ഇനി എന്തെല്ലാം കിടക്കുന്നു കൊണ്ടുവരാൻ. തടി കണ്ട. അതിപ്പോ നമ്മളെ കുറ്റമല്ലേ.
അപ്പോൾ ഒന്ന് ലൊക്കേഷൻ വർക്കലയിൽ നിന്ന് വരുവാണെങ്കിൽ വർക്കലേന്ന് വരെയാണെങ്കിൽ വർക്കലേന്ന് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. നമ്മളെ ഇത് വെള്ളിയാഴ്ചക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, എനിക്ക് ഇതെല്ലാം കഴിച്ചു തീർക്കണം, എല്ലാ ടേസ്റ്റ് നോക്കണം. അപ്പോൾ വീണ്ടും കാണാം, അതുവരേക്കും ബൈ.